അയ്യപ്പ ഭക്ത സംഗമത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഖുശ്ബു, BJPയുടെ നേതാവും നടിയുമൊക്കെയായി. അപ്പോൾ പറയുന്ന കാര്യം ഇതാണ്: സ്റ്റാലിനെ വിളിക്കാൻ പോയത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിരീശ്വരവാദിയായ സ്റ്റാലിനെ, പെരിയാറിൻ്റെയൊക്കെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഹിന്ദുക്കളെ 24 മണിക്കൂർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ, സനാതന ധർമ്മം വൈറസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാലിൻ്റെ ഭാര്യ സ്വർണ്ണ കിരീടം കൊണ്ടുവന്ന് ഗുരുവായൂർ കൊടുത്തു, അത് വേറെ കഥ. എങ്കിലും ഇങ്ങനെ പറയുന്നവരെ വിളിക്കുന്ന എനിക്ക് സംശയം കൊണ്ടാണ്, സത്യത്തിൽ മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം? അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ ടെലിവിഷനിലേക്ക് നോക്കുക, ഇപ്പോൾ വാർത്തയേക്കാൾ കൂടുതൽ ആൾക്കാർ വാർത്ത വെച്ചിട്ടുള്ള കോമഡിയല്ലേ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു സോഷ്യൽ കോമഡി ആയിട്ട് കണ്ടാൽ മതി സാർ. ഇപ്പോൾ അയ്യപ്പ സേവ ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു സമീപനം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു P. ശശി അവിടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് വന്നതിന് ശേഷമാണ്. ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ കയറി ഒരു 4-5 ദിവസം വലിയ പ്രശ്നമില്ലാതെ മാധ്യമങ്ങൾ പിണറായി വിജയൻ ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങി വന്ന് ട്രാഫിക് ബ്ലോക്കിൽ കിടന്നപ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്തു, ഇതൊരു മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മാധ്യമങ്ങളൊക്കെ പുകഴ്ത്തിയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അവതാരങ്ങളൊന്നും വിശ്വസിക്കരുത്, ഒരവതാരങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരു 4-5 എനിക്ക് ഒരാഴ്ചയോളം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. അതിനുശേഷം പിന്നെ കാണുന്നത് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ ആക്രമണമാണ്. കാരണം അതിനുള്ള വകുപ്പുകൾ സർക്കാർ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിന് ഭരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഈ എല്ലാ ദിവസവും കോൺട്രവേഴ്സിയാണല്ലോ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലുകൾക്ക്, ഈ മുഖ്യധാരാ ചാനലുകൾക്ക് അല്ലെങ്കിൽ ടെലിവിഷനുകൾക്ക്, സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആ ചാനലുകൾക്ക് എന്നും ചർച്ചകൾ ആവശ്യമാണ്. അപ്പം ചർച്ചകൾക്ക് നല്ല എരിയും പുളിയും ഒക്കെ ഉള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റേ കൊമേഴ്സ്യൽ സിനിമയിലെ സ്റ്റണ്ട് രംഗങ്ങൾ പോലുള്ള വാക്കുകൾ കൊണ്ടുള്ള ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ മൂല്യങ്ങളോടോ അതല്ലെങ്കിൽ ജനായത്ത സംവിധാനത്തിനോടുള്ള കൂറുകൊണ്ടോ ഒന്നുമല്ല ചെയ്ത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് എന്ന് ഉത്തരം പറയേണ്ട അവസ്ഥ വരുന്നു. പാർട്ടി സെക്രട്ടറിക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. ഗവൺമെൻറ് ചില നടപടികൾ എടുക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. അവരുടെ താല്പര്യങ്ങളെന്ന് വെച്ചാൽ അത് നല്ല സുന്ദരമായ ഒരു മദ്യക്കച്ചവടം നടത്തുന്ന ഒരു സംസ്ഥാനമാണത്. അവരുടെ ഫോക്കസ് മുഴുവൻ മദ്യത്തിലാണ്. എങ്ങനെ കള്ള് ഷാപ്പുകൾ കുടുംബസമേതം പോയി ഇരുന്ന് മദ്യപിക്കാൻ പറ്റുന്ന ഇടങ്ങളാക്കാം, എങ്ങനെ IT പാർക്കുകളിലേക്ക് ഇത് കൊണ്ടുവരാം, എങ്ങനെ ഇപ്പം നമ്മളിന്ന് പല സ്ഥലങ്ങളിൽ ഇന്ന് കൊച്ചി സിറ്റിക്കകത്തേക്കും നമ്മളൊരു 4 വീലർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് പെട്ടെന്നായിരിക്കും ഒരു ബാർ എന്നുള്ള ബോർഡ് കാണുന്നത്. വിശേഷിച്ചും ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു റോഡ്, നോർത്തിൽ നിന്ന് പച്ചാളത്തേക്ക് പോകുന്ന ആ റോഡ് മുഴുവൻ ബാറുകളാണ്. ശരിക്കും ബാർ തെരുവാണ്. കള്ളുഷാപ്പും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അത് ഇത്രയധികം ബാറുകൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് പോലെയാണ് ബാറുകൾ. ബാർ തെരുവാണ് സാർ. അപ്പം ഈ രീതിയിൽ കേരളത്തിലെ ബാറുകളെ വിന്യസിക്കുക, മദ്യത്തെ വിന്യസിക്കുക, അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ലോബി, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരേ നുഖത്തിൻ്റെ കീഴിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം സോഴ്സ്. ഇപ്പം മയക്കുമരുന്നിൻ്റെ വിപണി ഇന്ന് കേരളത്തിലൊരു പാരലൽ എക്കോണമിയാണ്. അപ്പോൾ ഇത്തരം സംഗതികളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കണ്ണടയ്ക്കലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതില്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മളറിയാം, നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ സംവിധാനത്തിനെയൊക്കെ വളരെ നീതിയുക്തമായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു ഉടായ്പ നടക്കത്തില്ല. അത്രയ്ക്ക് സമർത്ഥരായ പോലീസുകാരുള്ളൊരു സേന ആയിരുന്നു കേരള പോലീസിൻ്റേത്. പക്ഷെ ഇവിടെ അത് ഇവർക്ക് നിവൃത്തിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്നൊരു വിഷയമുണ്ട്. ഒരു ഹിന്ദിക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചു, 60 കിലോ കഞ്ചാവ് പിടിച്ചു. അവിടെ വേറൊരു നാട്ടുകാരൻ്റെ, കാക്കനാട് ഒരു നാട്ടുകാരൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് അറിയുന്നത് അവിടെ ഒരു പ്രത്യേക ഒരു കടക്കാരനുണ്ടായിരുന്നു. ആ കടയിൽ നിന്നായിരുന്നു ഈ സംഗതി വിറ്റുകൊണ്ടിരുന്നത്. അയാളുടെ കടയിൽ കച്ചവടം കുറഞ്ഞു. കുറഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടിക്കാരുമായിട്ട് അടുത്തുള്ള പാർട്ടി ഭാരവാഹിത്വം അതോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ അടുപ്പുള്ള കക്ഷിയാണ്. പോലീസിനെ അറിയിച്ചു. ഇപ്പം ഇയാൾ അന്വേഷണം നടത്തി ഇയാൾ സംഗതിയൊക്കെ വിട്ട് നോക്കിയപ്പോഴാണ് ഇന്നടത്താണെന്ന് മനസ്സിലായി. പോലീസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പോലീസ് പിടിച്ചു. അയാളുടെ ഈ പിടിച്ചകത്ത് കൊണ്ടുപോയി കഞ്ചാവും കൊണ്ടുപോയി മറ്റേയാളുടെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും ഇതിനടിയിലൂടെ ഒരുപാട് ഡീലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതിനൊരു മറ വേണം. ഈ മറയ്ക്ക് ഓരോരോ സംഗതികൾ ഇങ്ങനെ ഈ ആഭ്യന്തര വകുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് തോന്നും എന്തൊരു അനീതിയാണ്.
ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് കേസെടുക്കും, ചിലപ്പം മറ്റു പല തീരുമാനങ്ങളെടുക്കും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത് മോശമാണ്, സർക്കാരിനെ വിമർശിച്ച് നശിപ്പിക്കാൻ തോന്നും. ഇതായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ചർച്ച. ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലായിരിക്കും ഇവരുടെ താല്പര്യങ്ങളും ഈ സർക്കാരിനകത്തുള്ള താല്പര്യം, ഒരു ലോബി ഉണ്ടല്ലോ, അവരുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ടുള്ള സംഗതികൾ മുഴുവൻ നടക്കുന്ന സാധനം. അപ്പോൾ ഇതൊരു കാമഫ്ലാഷിംഗ് ആണ്. ഇപ്പോൾ അയ്യപ്പ സംഗമം ഇതൊരു സോഷ്യൽ കോമഡിയാണ്. കാരണം ഇത് ശബരിമലയിൽ മറ്റേ സ്ത്രീകളെ കയറ്റിയതറിയാം അല്ലേ, അത് ഏതൊക്കെ സ്ത്രീകളാണെന്നുള്ളതും അറിയാം. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അത് നടത്തിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. അതായത് ഞങ്ങൾ അയ്യപ്പന്മാരുടെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കാരായ ആൾക്കാരുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് ഈ പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒഴുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒഴുക്കിനെ പിടിച്ചു നിർത്താനുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമാണ്. അത് എങ്ങനെയാണോ നമുക്ക് വിശ്വാസത്തെയും ജാതിയും, ഇപ്പം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന സംഗതിയാണ്. എങ്ങനെ ജാതി, മതം, വിശ്വാസം ഈ 3 ഘടകങ്ങളെ എങ്ങനെ ഇട്ട് നല്ല ഈ കുലുക്കി സർബത്തുണ്ടല്ലോ ആ രീതിയിലാക്കിയെടുത്തിട്ട് വിപണനം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിനെ വിളിച്ചത്. കാര്യം സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലെ മന്ത്രം തമിഴിലാക്കിയ കക്ഷിയാണ്. ഇപ്പം ക്ഷേത്രങ്ങളിലെ ഉദാഹരണത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും അമൂർത്ത വളരെ എന്താ പറയുക പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ക്ഷേത്രങ്ങളിൽ ഈ ചില ഈ പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതെല്ലാം സംസ്കൃതത്തിലാണ്. ആ സംസ്കൃതത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇത് തമിഴിലേക്കാകും. എൻ്റെ ഛന്ദസ് എങ്ങനെ ക്രമീകരിക്കും? മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് മാത്രമല്ല ഇതൊരു ശബ്ദം കൊണ്ടുള്ള കളിയാണ്. മന്ത്രം എന്നുള്ള ശബ്ദമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ പെട്ടെന്നൊരു പുരോഗമനമാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മന്ത്രവും അല്ലെങ്കിൽ പൂജയൊക്കെ ആർക്കുമാകാം. കാര്യം അത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പഠിച്ച് അത് സ്വായത്തമാക്കണം, അത് അനുഭവവേദ്യമാക്കണം. അങ്ങനെയുള്ളവരാണത് ഏൽപ്പിക്കണം. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നമ്മുടെ ഈ രാജ്യം പ്രശ്നമാക്കിയിട്ടില്ല സാർ. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുക്കുറൽ എഴുതിയ ബ്രാഹ്മണനാണ് അല്ലല്ലോ. ഇപ്പോൾ മഹാഭാരതം എഴുതിയത് ബ്രാഹ്മണനാണ് അല്ലല്ലോ. പക്ഷേ വ്യാസൻ ബ്രാഹ്മണനായിരുന്നു. ജന്മനായി പറഞ്ഞതുപോലെ സാമൂഹികമായിട്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടായിരിക്കും. പക്ഷേ വിജ്ഞാനം കൊണ്ട് പുള്ളി ബ്രാഹ്മണനായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗുരുകുലത്തിൻ്റെ മഠാധിപതി ഉണ്ടല്ലോ, മുനിനാരായണ പ്രസാദ്. മുനിനാരായണ പ്രസാദ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താൻ ബ്രാഹ്മണനാണ്. അതാ പറയാനുള്ളൊരു ധൈര്യമുണ്ടോ അദ്ദേഹത്തിന്? മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു യാഥാർത്ഥ്യങ്ങളിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാലിനെ വിളിക്കുന്ന സമയത്ത് കോൺട്രവേഴ്സി ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും. പിന്നെ ഈ പറയുന്ന കേരളത്തിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു കോലാഹലമോ വൃത്തികേടുകളോ ചർച്ചയോ ഉണ്ടാവണം. അതെ, മനസ്സിലായില്ലേ? അതായത് ഇപ്പം വീട്ടിലെ അവസ്ഥ എടുത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വീടുകളുടെ ഉള്ളിലേക്ക് ഒരു CCTV ക്യാമറ വെച്ച് നോക്കുക. എന്നിട്ട് രാവിലെ വെച്ചിട്ട് ഒരു ദിവസം അവധി ദിവസമാണെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുത്തിട്ടൊന്ന് പ്ലേ ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടെലിവിഷനിൽ കാണുന്ന രീതിയിലുള്ള തർക്കങ്ങളും ചർച്ചകളും വഴക്ക് പറച്ചിലും കുറ്റപ്പെടുത്തലും ബഹളവും ഒക്കെ ആയിരിക്കും. ഒരു സംശയം വേണ്ട കാര്യം. പിന്നെ ചില എടുത്തെറിയും ബഹളവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. ആ ഇഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ഈ പറയുന്നത് അവർക്ക് തിന്നാനുള്ള ഭക്ഷണം പോലെയാണ് ഈ പറഞ്ഞ അയ്യപ്പ സംഗമമൊക്കെ പോലുള്ള സോഷ്യൽ കോമഡി നടത്തിയിട്ട് ഇപ്പോൾ ഖുഷ്ബു ഇത് പറയുന്നു, സ്റ്റാലിൻ്റെ ഇത് വിഷയം വരുന്നു. നാളെ മാധ്യമപ്രവർത്തകർ കാണുന്ന സമയത്ത് സെക്രട്ടറി എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ സെക്രട്ടറി വലിയ താത്വിക ആചാര്യനാണ് അദ്ദേഹം വേറൊരു കാച്ചുന്നു. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചർച്ച നടത്തുന്നു. എന്നിട്ട് ചർച്ചയ്ക്കകത്ത് ഈ പറഞ്ഞ കേരളത്തിലെ കുറേ പാനലിസ്റ്റുകളുണ്ട്, അവരെ വിളിച്ചിരുത്തുന്നു. അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ ഒരു കുലുക്കി സർബത്തിൻ്റെ വ്യാപാരമാണ് ഇപ്പോൾ കേരളത്തിൽ. അതിൻ്റെ ഒരു കുലുക്കി സർബത്തിൻ്റെ ഒരു ഇച്ചിരി എരിയും പുളിയുള്ള ഒരു സംഗതിയാണ് അയ്യപ്പ സംഘം. അല്ലാതെ അപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.